വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 5ാമത്തെ ചാപ്റ്ററാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഒരു പ്രകൃതിയെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ ആദ്യം മുതലേ നമ്മൾ പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളൊരു പാഠമാണ് ഫൂൽ. നമ്മുടെ പാഠത്തിൻ്റെ പേര് ഫൂൽ എന്നാണ്. എഴുതിയ ആളുടെ പേര് ഡോക്ടർ രാം ദരസ് മിശ്ര. ഈ പാഠത്തിൽ നമുക്ക് കുറച്ച് പൂക്കളുടെയൊക്കെ പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലേ. നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ, പല വർണ്ണത്തിലുള്ള പൂക്കളുടെ പിക്ചർ കാണാം. ആ പൂക്കളുടെ അടുത്തേക്ക് തേൻ നുകരാൻ വരുന്ന പക്ഷികളും പൂമ്പാറ്റകളും ചെറിയ തേനീച്ചകളൊക്കെ നമുക്ക് ചിത്രത്തിൽ കാണാം അല്ലേ. അപ്പോൾ ഈ ഒരു പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചുറ്റുപാട് നോക്കൂ, എത്ര മനോഹരമായ പൂക്കൾ, ചെടികൾ, മരങ്ങൾ, അതുപോലെ ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഇവയ്ക്കെല്ലാം ജീവനുണ്ട്. ഇതിനു പകരം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്നാൽ ആർട്ടിഫിഷ്യലിനും അതുപോലെ പ്രകൃതിദത്തവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചിട്ട്, ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഈ കവിതയിലൂടെ പറയുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരു ചെടി നിൽക്കുന്നുണ്ട്. ആ ചെടി ഓരോ ദിവസവും വളരുകയും അതിൽ മൊട്ടിടുകയും ആ മൊട്ട് വിരിയുകയും പിന്നീട് ആ പൂവ് നല്ല മനോഹരമായിട്ട് വിടരുകയും അതിൻ്റെ സുഗന്ധം പരക്കുകയും അതിലേക്ക് തേനീച്ചകളും വണ്ടൊക്കെ വന്ന് പൂമ്പാറ്റകളൊക്കെ വന്ന് തേൻ കുടിക്കുകയും പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ആ പൂവ് വാടി വീഴുകയും പിന്നീട് വേറെ പൂവ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും പല പല മാറ്റങ്ങൾ ആ ചെടിക്ക് സംഭവിക്കുന്നു, പൂക്കൾക്ക് സംഭവിക്കുന്നു. പക്ഷേ അത്തരത്തിലൊന്നും ഒരു മാറ്റവും ഇല്ലാത്ത പൂവാണെന്ത്? പ്ലാസ്റ്റിക് പൂവ്. പ്ലാസ്റ്റിക് പൂവ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതാണ് അല്ലേ. നമ്മളെന്താണ്, കടയിൽ നിന്ന് വാങ്ങുന്ന പൂവാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് പൂവും നമ്മളുടെ മുറ്റത്ത് മണ്ണിൽ ഉണ്ടായി വിടരുന്ന യഥാർത്ഥമായ പൂവും തമ്മിലുള്ള വ്യത്യാസം അതെങ്ങനെയാണ് കവി ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കവിതയിലേക്ക് കടക്കാം. ബാസാർ മേ സജ. ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, സജ എന്ന് പറഞ്ഞാൽ അലങ്കരിച്ചു വെച്ച. മാർക്കറ്റിൽ നല്ല ഭംഗിയായി അലങ്കരിച്ചു വെച്ച പ്ലാസ്റ്റിക് ഹേ ഫൂലോം കാ ഉദ്യാൻ. പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാൻ, പൂന്തോട്ടം. അപ്പം എന്താണ് ബാസാറിൽ എന്താ കണ്ടത്? ബാസാറിൽ നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് എന്ത്? പ്ലാസ്റ്റിക് പൂക്കൾ. പ്ലാസ്റ്റിക് പൂക്കൾ ഇങ്ങനെ ബാസാറിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ക്യാ ഗസബ് കി രംഗത്ത് ഹേ. എന്ത് ഗസബ്? ഗസബ് എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന, നല്ല വിസ്മയിപ്പിക്കുന്ന. രംഗത്ത് ഹേ, വിസ്മയിക്കുന്ന തരത്തിലുള്ള വർണ്ണഭംഗിയാണ് ആ പൂക്കൾക്ക്. ജയ്സെ ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ലേഖകൻ്റെ മനസ്സിൽ തോന്നി എന്ത്? ബിനാ മൗസം ബഹാർ ആ ഗയി ഹേ. കാലാവസ്ഥ, മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. ബഹാർ ആ ഗയി ഹോ, അതായത് വസന്തകാലത്തിന് മുന്നേ തന്നെ വസന്തം വന്നു എന്ന് കവിക്ക് തോന്നി. പെട്ടെന്ന് വന്നതുപോലെ, തെറ്റി വന്നോ എന്ന് കവിക്ക് തോന്നി. നാ മിട്ടി, മണ്ണ് ആവശ്യമില്ല. നാ മിട്ടി ഗോഡിനേക്ക് സമസ്യ, അതുപോലെ മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യവുമില്ല. നാ ഖാദ്, വളത്തിൻ്റെയും. നാ പാനി, വെള്ളവും വേണ്ട. നാ ചിടിയോം സെ രഖ്വാലി, ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷികൾ, പക്ഷികളുടെ സുരക്ഷയും അവിടെ ആവശ്യമില്ല. നാ മൗസം കാ ഇന്തസാർ, നമ്മൾ ആ മൗസത്തിന് വേണ്ടി, ആ കാലാവസ്ഥയ്ക്ക് വേണ്ടി ഇന്തസാറും ചെയ്യേണ്ട, കാത്തിരിക്കുകയും വേണ്ട. ഏക് ഹി ഭാവമേ, ഒരേ ഭാവത്തിൽ. പ്ലാസ്റ്റിക് പൂവിനൊക്കെ ഒരേ ഭാവമല്ലേ? അതിന് വല്ല മണമുണ്ടോ? അതിനെ തൊടുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും സുഖം തോന്നുന്നുണ്ടോ? ഭയങ്കര റഫല്ലേ. അതുപോലെ എന്താ, പ്ലാസ്റ്റിക് പൂവിന് ജീവനില്ല അല്ലേ, അത് കൊഴിയില്ല, വാടില്ല, അത് എപ്പോഴും ഒരേപോലെ നിൽക്കും. ഹമേശ ദഹ്കത്തേ രഹത്തെ ഹേ യേ ഫുൽ. എപ്പോഴും ഇങ്ങനെ ദഹക്കത്തേ രഹത്തെ, ഭയങ്കര ഗ്ലേസിങ് ആയിട്ട് തന്നെ ഈ പൂവ് ഇങ്ങനെ നിൽക്കും. മേ ഇനെ ദേർ തക്ക് ദേഖ്താ രഹ. കവി അത് ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിന്നു. फिर आंगों में उतरा गए चूबते हुए से अपने आंगन के गिलते मुरझाते फूल. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ കവിയുടെ മനസ്സിലെ, കവിയുടെ ആങ്കോമേ ഉത്തരാഗയെ, കവിയുടെ ആ കണ്ണിൽ നിന്ന് ഉത്തരാഗയെ ഇറങ്ങിപ്പോയി. കവിക്ക് എന്താണ്, ഒരു തുച്ഛമായിട്ട് അനുഭവപ്പെട്ടു. എന്ത്? ചൂബുത്തേ ഹുയേസേ, കവിക്ക് തുളഞ്ഞു കയറുന്നത് പോലെ തോന്നി. കവിക്കൊരു ഇഷ്ടമില്ലാത്തത് പോലെ തോന്നി. എന്താണ് കവിക്ക് ഇഷ്ടമില്ലാതെ ആയത്? അപ്പനെ ആങ്കൻ കെ ഗിൽത്തെ മുർജാത്തെ ഫൂൽ. തൻ്റെ സ്വന്തം മുറ്റത്തുള്ള, ആങ്കൻ കെ എന്ന് പറഞ്ഞാൽ മുറ്റത്തുള്ള,
ഗിൽത്തെ മുറിച്ചാത്തെ, വിടരുകയും വാടുകയും ചെയ്യുന്ന പൂക്കൾ. അപ്പോൾ കവിയുടെ മനസ്സിൽ നിന്ന് കവിക്ക് അഭംഗിയായി തോന്നി, കവിയുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ത്, ഒറിജിനൽ പൂവ്. ആ കവിയുടെ മുറ്റത്ത് നിൽക്കുന്ന ചെടിയും പൂക്കളുമൊക്കെ കവിയുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് കവിക്ക് തോന്നി. അപ്പോൾ കവി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗർ പഹുഞ്ചത്തേഹി ഉനെ ഉഘാഡ് ഫേങ്ക. കവി വീട്ടിലെത്തിയപ്പോൾ ആ പൂക്കളെല്ലാം ഉഘാഡ് ഫേങ്ക, പിഴുതെറിഞ്ഞു, ആ ചെടി പറിച്ചെറിഞ്ഞു. ഔർ ദഹക്കത്തെ ഹുയെ ബാസാർ കോ സജാദിയ. എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ആ പൂക്കൾ സജാദിയ. ദഹക്കത്തെ ഹുയെ പറഞ്ഞാൽ ആ ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ആ കടയിലെ പൂക്കൾ അവിടെ സജാദിയ, അലങ്കരിച്ചു. കവി വീട്ടിൽ മൊത്തം പ്ലാസ്റ്റിക് പൂവ് കൊണ്ട് അലങ്കരിച്ചു. ഗർക്കെ പൂരെ അന്തരാൾമേ, വീട്ടിലെ പൂരെ അന്തരാൾ, വീടിൻ്റെ അകം മൊത്തം നിറച്ചു. ദിൻ ബീത്തെ, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. മഹീനെ ബീത്തെ, മാസങ്ങൾ കഴിഞ്ഞു. മൗസം ബീത്തെ, കാലാവസ്ഥയും കഴിഞ്ഞു. സാരാ ഗർ ഏക് രസ് ഇൻ രംഗോമേ ഡൂബാ രഹ. ആ വീട് മുഴുവനും ഒരേ ഒരു രസത്തിൽ, ഒരേ ഒരു നിറത്താൽ നിറഞ്ഞു നിന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഹവാവോംനെ കഹ ഹമേ ഗന്ധ് ചാഹിയെ. കാറ്റ് വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് മണം വേണം. അപ്പോൾ ഹവ എന്ത് ചോദിച്ചു? ക്യാ മാങ്ക? ഗന്ധ്, കാറ്റ് മണം ചോദിച്ചു. മേ ചുപ് രഹ, ഞാൻ മിണ്ടാതെ നിന്നു. മധുമഖിയോംനെ കഹ ഹമേ രസ് ചാഹിയെ. തേനീച്ചകൾ വന്നിട്ട് ചോദിച്ചു, ഹമേ രസ് ചാഹിയെ, ഞങ്ങൾക്ക് തേൻ വേണം, രസ് വേണം. മേ ചുപ് രഹ, ഞാൻ മിണ്ടാതിരുന്നു. തിത്തിലിയോംനെ കഹ, പൂമ്പാറ്റ വന്ന് ചോദിച്ചു, ഹമേ കോമൾ സ്പർശ് ചാഹിയെ, ഞങ്ങൾക്ക് മൃദുലമായ സ്പർശനം വേണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ, ഓരോന്നും എന്തൊക്കെയാണ് ചോദിച്ചത്. ഹവ ക്യാ മാങ്ക, മധുമഖിയോംനെ ക്യാ മാങ്ക, തിത്തിലിയോംനെ ക്യാ മാങ്ക. അപ്പോൾ കവി എന്ത് ചെയ്തു? കവിനെ ചുപ് രഹ. മാംനെ കഹ, കവിയുടെ അമ്മ ചോദിച്ചു, മുജെ പൂജ കേലിയെ ഫൂൽ ചാഹിയെ, എനിക്ക് പൂജ ചെയ്യാൻ പൂക്കൾ ആവശ്യമുണ്ട്. മേ ചുപ് രഹ, ഞാൻ മിണ്ടാതിരുന്നു. പത്നീനെ കഹ, എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, മുജെ വേണി കേലിയെ ഫൂൽ ചാഹിയെ, എനിക്ക് മുടിയിൽ ചൂടാൻ പൂക്കൾ വേണം. മേ ചുപ് രഹ, ഞാൻ മിണ്ടാതിരുന്നു. ലേക്കിൻ ജബ് ബച്ചേനെ കഹ, പക്ഷേ എന്നോട് കുട്ടികൾ ചോദിച്ചു, ബാപ്പു മുജെ ഫൂൽ ചാഹിയെ, ഞങ്ങൾക്ക് പൂക്കൾ വേണം. ഫൂലോം കി പഹ്ചാൻ കേലിയെ, എന്തിനു വേണ്ടിയിട്ടാ? പൂക്കൾ മനസ്സിലാക്കാൻ, പൂവ് എന്താണെന്നറിയാൻ, എന്താണ് ശരിക്കുമുള്ള പൂവ് എന്നറിയാൻ ഞങ്ങൾക്ക് പൂക്കൾ വേണം. തോ മേ ചുപ് ന രഹ് സക, അപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാം ചോദിച്ചപ്പോൾ കവി നെവർ മൈൻഡ്, ഒന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷേ കുട്ടികൾ പൂക്കൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് ചോദിച്ചപ്പോൾ കവിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. തോ മേം ചുപ് ന രഹ് സഹ, കവി മിണ്ടാതിരുന്നില്ല. ഹൃദയ ഹഹാ കർ കർ ഉട, ഹൃദയം ഹാ ഹാ എന്ന് പറയാൻ തുടങ്ങി. ഹായ് മേമിനെ ക്യാ കർദിയാക്കി, ഞാൻ എന്താണ് ഇവിടെ ചെയ്തത്? ബച്ചേ ഫൂലോം കി പഹ്ചാൻ സെ വഞ്ചിത് ഹോ ഗയി, പൂക്കൾ അറിയണം എന്നുള്ള അവകാശത്തിൽ നിന്ന് ഞാൻ വഞ്ചിതരാക്കി. മേംനെ പ്ലാസ്റ്റിക് കെ സാരെ ഫൂൾ തോട് ഡാലേ, അപ്പോൾ കവി എന്ത് ചെയ്തു? ഞാൻ ആ പൂക്കളെല്ലാം, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് തോട് ഡാലേ, പറിച്ചെറിഞ്ഞു. അവർ ഫാവഡ ലേക്കർ, എന്നിട്ട് ഞാൻ കൈക്കോട്ടെടുത്തു. അപ്പനെ ആങ്കൻ കി മിട്ടി സെ ജൂഞ്ചിനെ ലഗ, എന്നിട്ട് എൻ്റെ മുറ്റത്ത് പോയിട്ട് ആ മണ്ണിൽ ഞാൻ ജൂഞ്ചിനെ ലഗ, കിളയ്ക്കാൻ തുടങ്ങി. മിട്ടി മുസ്കുരായി, അപ്പോൾ എനിക്ക് മണ്ണ് ചിരിക്കുന്നത് പോലെ തോന്നി. ഹവ ഗിൽഗിലായി, കാറ്റിങ്ങനെ ഇളകി, നല്ല ഭംഗിയോടുകൂടി കാറ്റ് ഇളകാൻ തുടങ്ങി. ജൽ കൽ 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 ഗാനെ ലഗ, വെള്ളം, ജലം കളകളാരവത്തോടെ പാട്ടുപാടാനും തുടങ്ങി. അപ്പോൾ മണ്ണിലേക്ക് ഇറങ്ങിയപ്പോൾ, പ്രകൃതിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയെല്ലാം കവിക്ക് സൗന്ദര്യം തോന്നി, അല്ലേ? വെള്ളത്തിനും കാറ്റിനും മണ്ണിനുമൊക്കെ സൗന്ദര്യമുള്ളതായിട്ട് കവി തോന്നി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കവിത ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒറിജിനൽ ഉള്ള പ്രകൃതിയെ സംരക്ഷിക്കുക. മറ്റു ആർട്ടിഫിഷ്യലായുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്രകൃതി, മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം മണ്ണ് നമുക്ക് നൽകും. പ്രകൃതി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പോൾ ആ പ്രകൃതിയെ വളരെ നല്ല രീതിയിൽ കാത്തു സംരക്ഷിക്കാനും, പൂക്കളെ സ്നേഹിക്കാനും, ചെടികളെ സ്നേഹിക്കാനും, പൂമ്പാറ്റയെയും പക്ഷികളെയും മരത്തിനെയും എല്ലാം, മൃഗങ്ങളെയും എല്ലാം കൂട്ടുകാർ സ്നേഹിക്കാനാണ് ഈ കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഓണപരീക്ഷയ്ക്ക് 1-ാം പാഠം മുതൽ ഈ ഫൂൽ വരെ 5 പാഠങ്ങളാണ് നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് പാഠം ജട്പട്ട് ഔർ നട്കട്ട്, പിന്നെ ബഹുത് ദിനോം കെ ബാദ്, ബൂഡി കാക്കി, ഗർ,
ഫൂൽ. ഇത്രയും പാഠങ്ങളിൽ നിന്നായിരിക്കും ഓണപ്പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഈ പാഠത്തിൻ്റെ ബാക്കിയുള്ള നോട്ട്സുള്ള വീഡിയോ നമ്മൾ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.